പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് മീ ആൻഡ് മൈ ഡിയേഴ്സ് ഒരു സിനിമയുടെ കഥയുമായിട്ട് വന്നിരിക്കുകയാണ്. ഏത് സിനിമയാണെന്നാണോ? ഗേൾ അണ്ടർ ദി ബേസ്മെൻറ്റ് എന്നുള്ളൊരു മൂവിയാണ് കേട്ടോ. നമുക്ക് സിനിമയിലേക്ക് പോകാം. മരണാസന്നയായ ഒരു കുട്ടിയെയും കൊണ്ട് അതിവേഗം ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു കാറ്. വളരെ വിഷമിച്ച് ആ കുഞ്ഞിനെ മടിയിൽ കിടത്തി ശുശ്രൂഷിക്കുന്ന ഒരു യുവതി. വണ്ടി ഓടിക്കുന്നത് മധ്യവയസ്കനായ ഒരാളാണ്. ഹോസ്പിറ്റലിലെത്തിയതും വയ്യാത്ത കുട്ടിയെ കോരിയെടുത്ത് അയാൾ അതിവേഗം ഹോസ്പിറ്റലിനകത്തേക്ക് പോവുകയാണ്. അതിനിടെ ആരോടും നടന്നൊന്നും പറയരുത് എന്നയാൾ പറയുന്നുമുണ്ട്. തീവ്രപരിചരണത്തിനായി കുട്ടിയെ അകത്തേക്ക് കയറ്റി അതീവ ദുഃഖത്തോടെ ഒരു യുവതി വെളിയിൽ നിൽക്കുന്നു. ഈ സീനാണ് നമുക്ക് ചിത്രത്തിൻ്റെ ആദ്യമായി കാണുവാൻ കഴിയുന്നത്. ഇനി 20 വർഷം മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ് പിന്നീട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്നത് സുന്ദരികളായ 2 പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും. മൂത്ത മകൾ ആമി, രണ്ടാമത്തെ ആൾ സാറ. വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുകയാണ് അവർ. ഇതിനിടയിൽ തനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഈവനിങ് പാർട്ടിക്ക് പോകണം എന്ന് സാറ് പറഞ്ഞു. പക്ഷേ അച്ഛൻ ഡോണിന് അതിഷ്ടമായില്ല. പാർട്ടിക്കൊന്നും പോകണ്ട, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോളണം എന്നയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് കേട്ട സാറ ദേഷ്യവും സങ്കടവും ഒക്കെയായി തൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി. പക്ഷേ രാത്രിയിൽ അവൾ ആരും അറിയാതെ വീടിന് വെളിയിൽ കടക്കുകയും അവിടെ കാത്തു നിന്ന തൻ്റെ ബോയ്ഫ്രണ്ടുമായിട്ട് പാർട്ടിക്കായിട്ട് പോവുകയും ചെയ്തു. ആ രാത്രി മുഴുവൻ അവൾ തൻ്റെ ബോയ്ഫ്രണ്ടിനൊപ്പം ആ പാർട്ടി ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മകളെ ആശ്വസിപ്പിക്കാനായി അമ്മ റൂമിന് മുന്നിലെത്തിയിരുന്നു. സാറാ, മോളെ കതക് തുറക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ അവൾ കതക് തുറക്കാതിരുന്നപ്പോൾ അവരാകെ പരിഭ്രാന്തയായി. ഇത് കണ്ട് അച്ഛനും വന്ന് കതകിൽ മുട്ടുകയും കതക് തുറക്കാതെ വന്നപ്പോൾ അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് കതക് തുറന്നു നോക്കി. റൂമിൽ അവൾ ഉണ്ടായിരുന്നില്ല. താൻ പറഞ്ഞതനുസരിക്കാതെ അവൾ പോയി എന്ന് അയാൾക്ക് മനസ്സിലായി. വളരെ ദേഷ്യം വന്നു അയാൾക്കന്ന് മകളോട്. നേരം പുലർന്നു. സാറ തിരികെ വീട്ടിലെത്തി. ക്രിസ്റ്റഫർ സാറെ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു കേട്ടോ. ഈ സമയം കോപിഷ്ഠനായ ഡോൺ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവളെ കാത്തിരിക്കുകയായിരുന്നു. അയാൾക്ക് ഭയങ്കര ദേഷ്യമായി. അയാൾ അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞതനുസരിക്കാതെ നീ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 18 വയസ്സാകുമ്പോൾ എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യും എന്നൊക്കെ അച്ഛനോട് മറുത്ത് പറഞ്ഞുകൊണ്ട് അവളും അയാളെ മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോയി. റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആമി സാറയുടെ അടുത്തെത്തി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ അമ്മയും കൂടി അവിടെ എത്തി. അവൾ സന്തോഷത്തോടെ പാർട്ടിയുടെ കഥകളൊക്കെ കുറിച്ച് അവരോട് പറഞ്ഞു. പിന്നെ ഈ അച്ഛൻ എന്നോട് എന്തിനാണ് എപ്പോഴും ദേഷ്യപ്പെടുന്നത് എന്ന് പരിഭവിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, 3 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് 18 വയസ്സാകും. അപ്പോൾ ഞാൻ ഫ്ലോറിഡയിലേക്ക് പോകും. എൻ്റെ ബോയ്ഫ്രണ്ടിനൊപ്പം ഞാൻ പോകും, അവൾ പറഞ്ഞു. ഇതെല്ലാം ഡോൺ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഡോണ് എന്തൊക്കെയോ പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. മറ്റാരും അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അയാൾ വീടിൻ്റെ ബേസ്മെൻറ്റിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മയും ആമിയും പുറത്തു പോയ ഒരു ദിവസം ഡോണും സാറയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അയാൾ അവിടെ എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നു. സാറയാവട്ടെ ഒരു സെറ്റിയിലിരുന്ന് ഫോണിൽ ബോയ്ഫ്രണ്ടുമായി സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ഡോൺ വന്നിട്ട് സാറയോട് പറയുകയാണ്, മോളെ ഒരു ഹെൽപ്പ് ചെയ്യണം. എന്താണ് അച്ഛാ എന്ന് ചോദിച്ചാൽ അവൾ അയാൾക്കരികിലേക്ക് ചെല്ലുന്നു. ഒരു ബോക്സ് ഒന്ന് ബേസ്മെൻറ്റിൽ കൊണ്ടുപോകണം, നീ സഹായിക്കണം കേട്ടോ. അവൾ അച്ഛനെ സഹായിക്കുവാനായി അയാളോടൊപ്പം ബേസ്മെൻറ്റിലേക്ക് നടന്നു പോയി. ആ ബോക്സുമായി ബേസ്മെൻറ്റിൽ നിൽക്കെ അച്ഛനൊരു രഹസ്യവാതിൽ തുറന്നു. അവൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഒരു ചെറിയ റൂം. ആ റൂം അവൾ ഇതുവരെയും കണ്ടിട്ടില്ല. സാറയും അച്ഛനും ആ വലിയ പെട്ടിയുമായി ആ റൂമിനുള്ളിലേക്ക് കയറി. പെട്ടെന്ന് അയാൾ സാറയെ ആ റൂമിലാക്കി വെളിയിലെത്തി കതക് ലോക്ക് ചെയ്തു. സാറ ആകെ ഭയന്നുപോയി. അച്ഛൻ വാതിൽ തുറക്കൂ പ്ലീസ് എന്നവൾ അലറിക്കരഞ്ഞു. എന്നാൽ അയാൾ വാതിൽ തുറന്നതേയില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ മുകളിലേക്ക് നടന്നുപോയി. ഭയന്നുപോയ സാറ റൂമിലെമ്പാടും പരതി നോക്കി. താൻ അകപ്പെട്ടു എന്നവൾക്ക് മനസ്സിലായി. വാതിൽ തുറക്കാനായി ഒരു പഴുതും കണ്ടില്ല. എന്നാൽ റൂമിൻ്റെ വാതിൽ സീക്രട്ട് കോഡിട്ടാണ് ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് അവൾ കണ്ടുപിടിച്ചു. അവൾ കോഡടിക്കാൻ നോക്കി. എന്നാൽ 3 തവണയും പരാജയപ്പെട്ടപ്പോൾ റൂമിലെ ലൈറ്റും മറ്റും ഓഫായി. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ പിന്നീട് താനും അച്ഛനും കൂടെ ചുമന്നുകൊണ്ടുവന്ന ആ പെട്ടി പരിശോധിച്ചു. അതിൽ അവളുടെ കുറച്ച് വസ്ത്രങ്ങളും ഒരു ടോർച്ചും ഉണ്ടായിരുന്നു. അവൾ ആ ടോർച്ച് എടുത്ത് അവിടെ എല്ലാം പരിശോധിച്ചു. ഒരു വെന്റിലേഷൻ ഗ്യാപ്പ് അവൾ കണ്ടുപിടിച്ചു. അതിലൂടെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു. സഹായിക്കൂ പ്ലീസ് എന്നവൾ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ ഇത് കേട്ട ക്രൂരനായ ഡോൺ ആ വെന്റിലേഷൻ ഗ്യാപ്പ് അടച്ചു കളഞ്ഞു. ആ റൂം സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ശബ്ദമൊന്നും വെളിയിലേക്ക് വരുന്നില്ലായിരുന്നു. അവൾ ആകെ ദുഃഖിച്ചു. ദുഃഖിച്ച് കരഞ്ഞ് തളർന്ന അവൾ താനും ബോയ്ഫ്രണ്ടുമായി ചിലവഴിച്ച ദിനങ്ങളോർത്ത് വളരെയധികം ദുഃഖത്തിലായിരുന്നു. വീട്ടിൽ ഈ സമയം സാറയുടെ അമ്മയും ചേച്ചിയും ആമിയും സാറെ കാണാത്താനാൽ ആകെ പരിഭ്രാന്തരായി. കുറേയധികം സമയം കാത്തിരുന്നുവെങ്കിലും അവരെ കാണാത്തതിനാൽ അവളുടെ അമ്മ പോലീസിനെ വിളിച്ചു. പോലീസ് വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിനിടെ ഡോൺ അവിടെ എത്തി. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ അവൾ ഫ്ലോറിഡയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഒരു പെട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ട് ശരി അന്വേഷിക്കാമെന്ന് പറഞ്ഞു പോകുന്നു. ഡോൺ പിന്നെയും ബേസ്മെൻറ്റിൽ സാറയുടെ അടുത്തെത്തി. അവൾ തന്നെ തുറന്നുവിടാൻ അയാളോട് കെഞ്ചി പറഞ്ഞു. എന്നാൽ അയാൾ വളരെ ക്രൂരമായാണ് അവളോട് പെരുമാറിയത്. പറയുന്നതനുസരിച്ച് നിന്നെ ഞാൻ ഇവിടെ ഒരു പാട് പഠിപ്പിക്കും എന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറയുന്നത് നീ അനുസരിച്ചിരിക്കും എന്നാൽ ആക്രോശിച്ചു. ഞാൻ ദിവസവും പാസ്വേഡ് മാറ്റിക്കൊണ്ടിരിക്കും. ഭയങ്കരമായ സങ്കടത്തോടെ കരഞ്ഞ അവളെ സ്വന്തം മകളെന്ന പരിഗണന പോലും കൊടുക്കാതെ 18 വയസ്സ് തികയാത്ത കുട്ടിയെ അയാൾ ക്രൂരമായി റേപ്പ് ചെയ്യുകയാണ് ചെയ്തത്.
ക്രൂരതകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 21-ാമത്തെ ദിവസം ആ ബേസ്മെൻറ്റിൽ അവൾ കഴിഞ്ഞുകൂടിയ ദിനം വന്നെത്തിക്കഴിഞ്ഞു. അന്ന് സാറയുടെ 18-ാമത്തെ ജന്മദിനമാണ്. സാറയെ അന്വേഷിച്ച് അവളുടെ ബോയ് ഫ്രണ്ട് അവരുടെ വീടിന് മുന്നിലെത്തുകയായിരുന്നു. അവൾ അയൽവക്കത്തുള്ള സ്റ്റീവ് എന്ന ഫ്രണ്ടുമായി ഫ്ലോറിഡയിലേക്ക് ഓടിപ്പോയി എന്ന് ഡോൺ അവനോട് കള്ളം പറയുന്നു. അത് കേട്ട് ദുഃഖിതനായ അവൻ അവൾക്ക് കൊടുക്കുവാനായി കൊണ്ടുവന്ന ആ പിങ്ക് ഹെൽമെറ്റുമായി തിരികെ യാത്രയാവുകയാണ്. ഒരു കേക്കുമായിട്ട് ഡോൺ ബേസ്മെൻറ്റിൽ എത്തുകയാണ്. കേക്കിലെ മെഴുകുതിരി ഊതിക്കെടുത്തുവാൻ അച്ഛൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ അനങ്ങിയില്ല. എന്നാൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഭയന്ന് അവൾ നീങ്ങി വന്ന മെഴുകുതിരി ഊതിക്കെടുത്തുന്നു. അപ്പോൾ അയാൾ ഒരു റെഡ് കളർ ഡ്രസ്സ് അവൾക്ക് സമ്മാനമായി കൊടുക്കുകയാണ്. പോയി ഇത് ധരിച്ചു വാ എന്ന് അവളോട് പറയുകയും ചെയ്തു. മനസ്സോടെ അത് ധരിച്ചു വന്നപ്പോൾ അവളുടെ ആഗ്രഹം അയാൾ ചോദിക്കുന്നു. എന്നെ സ്വതന്ത്രയാക്കൂ അച്ഛാ എന്നവൾ പറയുന്നു. എന്നാൽ അയാൾ അത് സാധിക്കില്ല, മറ്റെന്തെങ്കിലും പറയൂ എന്ന് ചോദിച്ചു. അവളൊരു TV ചോദിക്കുന്നു. അതും സാധിക്കില്ല എന്ന് പറയുന്നു. അവസാനം ഒരു ക്ലോക്കെങ്കിലും വാങ്ങി തരൂ എന്നവൾ പറയുന്നു. അത് അയാൾ സമ്മതിക്കുന്നു. എന്നിട്ട് അവളെ ആ ദിവസവും ആ ദുഷ്ടൻ, ആ അച്ഛനെന്ന് വിളിക്കാൻ അറപ്പാകുന്ന മൃഗം അവളെ അന്നും മൃഗീയമായി തന്നെ റേപ്പ് ചെയ്യുകയാണ്. സാറയെ ബേസ്മെൻറ്റിലാക്കിയ 38 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അന്ന് അവൾക്ക് ടിന്നിലടച്ച ഭക്ഷണമാണ് അയാൾ കഴിക്കാൻ കൊടുത്തത്. അവൾ ആ ടിന്ന് ഒരു ആയുധം പോലെ ആക്കി എടുക്കുകയാണ്. ഡോൺ വന്നപ്പോൾ അയാൾ ജന്മദിനത്തിന് നൽകിയ ഉടുപ്പും ധരിച്ച് സാറ് നിൽക്കുന്നു. അവളുടെ നിൽപ്പിൽ അയാൾക്ക് എന്തോ ഒരു പന്തികേടും തോന്നി. എന്നാലും ആ ദുഷ്ടൻ അവളുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആ തക്കത്തിൽ അവൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആയുധം എടുത്ത് അയാളെ ആക്രമിച്ചു. എന്നാൽ അയാൾ അവളെ കീഴ്പ്പെടുത്തി മൃഗീയമായി ഉപദ്രവിച്ച് അവളെ വീണ്ടും റേപ്പ് ചെയ്തു. ദിവസങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. വർഷം 1 ആയിരിക്കുന്നു. അവൾ നിറഗർഭിണിയായിരുന്നു. ആരും സഹായത്തിനില്ലാതെ ആ ദുഷ്ടൻ വാങ്ങി നൽകിയ ഒരു ബുക്കിൻ്റെ പ്രസവമെടുക്കൽ രീതികൾ മനസ്സിലാക്കി അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ആഗ്നസ്, അതാണ് അവൾ ആ കുഞ്ഞിനിട്ട പേര്. വർഷങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. കുഞ്ഞ് ആഗ്നസിനിപ്പോൾ 4 വയസ്സായിരിക്കുന്നു. ഇതൊന്നും അറിയാതെ സാറയുടെ അമ്മ ഇപ്പോഴും തൻ്റെ മകൾക്കായി കാത്തിരിക്കുകയാണ്. എന്നാൽ സാറ ഈ നരകയാതന അനുഭവിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം അച്ഛനാൽ ദിവസവും പീഡിപ്പിക്കപ്പെടുന്നു. പിന്നെയും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. സാറ പിന്നെയും ഗർഭിണിയായി. ജോലിയിൽ ഡോണിന് പ്രൊമോഷനൊക്കെ കിട്ടി. ആ കഥയറിഞ്ഞ് വീട്ടിലുള്ളവരെല്ലാം വളരെ സന്തോഷിക്കുന്നു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ ശമ്പളമൊക്കെ കൂടിയല്ലോ, അപ്പോൾ നമുക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ച് സാറയെക്കുറിച്ച് അന്വേഷിക്കാം. പക്ഷേ ധിക്കാരിയായി സാറ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, അവൾക്കായി ധാരാളം പണം ഇതിനകം ചിലവാക്കി കഴിഞ്ഞില്ലേ, ഇനി പണമില്ല, നമുക്കിനി ഒരേ ഒരു മകളേ ഉള്ളൂ, അതാണ് ഈ ആമി, അത്രയും മതി എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ക്രിസ്മസ് കാലം എത്തിയപ്പോൾ ഒരു TV-യും ഒരു കാസറ്റുമായി ഡോൺ ബേസ്മെൻറ്റിലെത്തി. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലായിരുന്ന അവർക്ക് ആ TV കിട്ടിയത് ഒരു ആശ്വാസമായിരുന്നു. ഒരു ദിവസം ആഗ്നസിന് ഭയങ്കര പനിയാവുകയാണ്. അത് സാറയെ വല്ലാതെ ഭയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഡോൺ വന്നപ്പോൾ മുതിർന്നവർക്ക് നൽകുന്ന ടാബ്ലറ്റുകൾ അവിടെ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. ആ മരുന്ന് മനസ്സോടെ അവൾ കുട്ടികൾക്ക് നൽകേണ്ടി വരികയും ചെയ്തു. പതുക്കെ ആഗ്നസ് അതിൽ നിന്ന് റിക്കവറായി. സാറ കുട്ടികൾക്ക് കഥകളായി തന്നെ കഥകൾ പലപ്പോഴായി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദിവസം സാറയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്ന ക്രിസ്റ്റഫർ വീടിന് മുൻവശത്തായി വരികയാണ്. അപ്പോൾ സാറയുടെ ചേച്ചി ആമിയെ കണ്ടുമുട്ടുന്നു. അവന് സാറേ ജീവനാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വിവരങ്ങൾ അവൻ ആമിയോട് തിരക്കുകയാണ്. സ്റ്റീവ് എന്ന പയ്യൻ അവളെ ചതിച്ച് കൂടിയതാവാം എന്നവൻ പറയുന്നു. ഇത് കേട്ട് ആമി ഞെട്ടിപ്പോയി. സ്റ്റീവ് ആരാണെന്ന് തങ്ങൾക്കറിയില്ല എന്നും ആരാണ് ഈ കഥയൊക്കെ പറഞ്ഞതെന്നും ചോദിക്കുന്നു. നിങ്ങളുടെ അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ക്രിസ്റ്റഫർ പറയുകയാണ്. എന്നാൽ അതെല്ലാം കള്ളമാണെന്നും സാറ അത്രക്കാരിയല്ല എന്നും ആമി പറയുന്നു. ഞാനും അത് വിശ്വസിച്ചൊന്നുമില്ല എന്നവൻ പറയുമ്പോൾ ആമിയും വളരെ സങ്കടത്തിലാവുകയാണ്. സാറയും മകളും ബേസ്മെൻറ്റിലെ ആ കുടിസുമുറിയിൽ ആകെ വീർപ്പുമുട്ടുകയാണ്. എന്നാൽ മക്കളെ ഹാപ്പിയാക്കാൻ വേണ്ടി അവരോടൊപ്പം ഹൈഡ് ആൻഡ് സീക്കും മറ്റും കളിക്കുന്നു. ഈ സമയം അമ്മയും ആമയും കൂടി ഡോണിനെ ചോദ്യം ചെയ്യുകയാണ്. ക്രിസ്റ്റഫറിനോട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ക്രിസ്റ്റഫർ ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അയാൾ സമർത്ഥിക്കുന്നു. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ ഏത് വിധേനയും അവളെ കണ്ടുപിടിക്കുമെന്ന് അയാളോട് പറയുന്നു. അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ ആമി അയാളുടെ കൈവശമുണ്ടായിരുന്ന കുറച്ച് കീകൾ അയാൾ ഇരുന്ന സ്ഥലത്ത് കിടക്കുന്നത് കണ്ടു. പെട്ടെന്ന് അവൾ അത് കൈക്കലാക്കി. അത് ബേസ്മെൻറ്റിൻ്റെ താക്കോലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതുക്കെ ആ കീകൾ കയ്യിലാക്കി ബേസ്മെൻറ്റിലേക്ക് പോയി. അവിടെ കുറേ ഡ്രസ്സുകളും ടിന്നിലടച്ച ഫുഡുകളും ഒക്കെ ഇരിക്കുന്ന അവൾ ശ്രദ്ധിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ ബേസ്മെൻറ്റിലേക്ക് എത്തിയ ഡോൺ, നീ ഇവിടെ എന്താണ് തിരയുന്നത്, കിട്ടിയോ എന്നിട്ട് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയും അവളുടെ കയ്യിൽ നിന്നും ആ കീകളെല്ലാം തിരികെ വാങ്ങി അവളെ ബേസ്മെൻറ്റിൽ നിന്നും കടന്നു പോകാൻ പറയുകയാണ്. ഡോൺ പിന്നെയും സാറയുടെ അടുത്തെത്തുന്നു. അവിടെ അയാൾക്ക് 3ാമതൊരു കുട്ടി കൂടി ഉണ്ടായിരിക്കുന്നു. അവനെ തോമസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ കുട്ടിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം എന്നവൾ ആഗ്രഹിക്കുന്നു. തന്നെയുമല്ല ഈ കുടിസുമുറിയിൽ അവനെയും കൂടി വളർന്നാൽ ശരിയാവില്ല എന്നവൾ നിശ്ചയിച്ചു. ആ കുഞ്ഞിനെ മുകളിലെത്തിക്കാമോ എന്നവൾ ഡോണിനോട് കെഞ്ചി ചോദിച്ചു. ആദ്യമൊന്നും അയാൾ സമ്മതിച്ചില്ല. പിന്നീട് അങ്ങനെ ചെയ്താൽ ഡോണിനൊപ്പം ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കാം എന്നവൾ വാഗ്ദാനം ചെയ്തപ്പോൾ അയാൾ അതിന് സമ്മതിച്ചു. രാവിലെ ഒരു കുഞ്ഞിൻ്റെ നിലവിളി കേട്ടാണ് സാറയുടെ അമ്മ കതക് തുറക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ചോരക്കുഞ്ഞ് മനോഹരമായ ഒരു ബാസ്ക്കറ്റിൽ കിടത്തിയിരിക്കുന്നത് കണ്ടു. അതോടൊപ്പം ഒരു കത്തുമുണ്ട്. അമ്മേ, ഞാൻ സാറയാണ്. എൻ്റെ ഈ കുഞ്ഞിനെ അമ്മ വളർത്തണം. അവൻ്റെ പേര് തോമസ്. എനിക്ക് ഇവനെ വളർത്തുവാനുള്ള ശേഷി ഇപ്പോഴില്ല. ഇത് വായിച്ച അമ്മയ്ക്ക് സന്തോഷവും ദുഃഖവും നിറഞ്ഞ ഒരവസ്ഥയിലെത്തി. മകൾ ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ അവൾ ദുരിതത്തിലാണ്.
അവർ ആ കുഞ്ഞിനെ വാത്സല്യത്തോടെ വാരിയെടുത്ത് അകത്തേക്ക് പോയി. ഡോൺ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ചെറിയ കടലാസ് കഷ്ണം ആ ബാസ്ക്കറ്റിൽ അയാൾ കണ്ടു. അമ്മ, ഞാൻ നമ്മുടെ വീടിൻ്റെ ബേസ്മെൻറ്റിലുണ്ട്, പോലീസിനെ വിവരം അറിയിക്കൂ, എന്നെ രക്ഷിക്കൂ എന്നതായിരുന്നു അതിൽ. ആ പേപ്പർ കഷ്ണവുമായി ബേസ്മെൻറ്റിലെത്തിയ ഡോണ് ആ കടലാസ് കഷ്ണം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. നീ ഉദ്ദേശിച്ചൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് അവളെ മർദ്ദിച്ചു. പണ്ട് ബർത്ത്ഡേക്ക് നൽകിയ ചുവന്ന ഉടുപ്പ് ഇട്ടു വരൂ എന്ന് അയാൾ ആക്രോശിക്കുകയാണ്. ആകെ ഭയന്ന് പറിച്ച അവളെ വീണ്ടും അയാൾ മൃഗീയമായി റേപ്പ് ചെയ്തു. 14 വർഷങ്ങൾ കടന്നുപോയി. സാറ ഇപ്പോൾ 4ാമതും ഗർഭിണിയാണ്. അവളുടെ മകൾ ആഗ്നസ് സുന്ദരിയായ ഒരു ടീനേജറാണിപ്പോൾ. ആഗ്നസ് മേക്കപ്പൊക്കെ ഇട്ട് ഒരു ദിവസം ഡോണിന് മുന്നിലെത്തുമ്പോൾ അയാൾ ആ കുഞ്ഞിനെയും തെറ്റായ രീതിയിൽ നോക്കുന്നത് കണ്ട് സാറയ്ക്ക് മനസ്സിലായി ഇയാൾ ശരിയല്ല എന്നും. മേക്കപ്പ് ഇട്ടതിന് ആഗ്നസിനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇനി ഈ കുഞ്ഞിനെയും കൂടെ നിങ്ങൾ ചീത്തയാക്കരുത്, അവളെയെങ്കിലും വെറുതെ വിടണം എന്ന് ഡോണിനോട് പറയുന്നു. അയാൾ ഒരു ക്രൂരമായ ചിരിയോടെ പുറത്ത് കടന്നു. റൂമിലെ വൈദ്യുതി കട്ട് ചെയ്യുകയാണ്. ശ്വാസം മുട്ടി അവർ വെന്റിലേഷൻ ഭാഗത്ത് വന്നിരിക്കുന്നു. 17 വർഷങ്ങൾ കടന്നുപോയി. മഴക്കാലമായിരുന്ന ഒരു ദിവസം റൂമിൽ ഒരു വിടവിലൂടെ തുള്ളിത്തുള്ളിയായി വെള്ളം വീഴുന്നത് അവൾ ശ്രദ്ധിച്ചു. മഴയൊക്കെ കണ്ട കാലം മറന്ന് അവൾ അതിയായി സന്തോഷിച്ചു. എന്നാൽ ആ സാധ്യതയെ അവൾ പ്രയോജനപ്പെടുത്താനായി ഒരു സ്പൂൺ കൊണ്ട് ആ ഭാഗം ചേരണ്ടി ഒത്തിരി ശ്രമിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കുകയും അതുവഴി പോകുന്നവർ ആരെങ്കിലും ശ്രദ്ധിക്കുവാൻ ടോർച്ച് തെളിച്ച് കാണിക്കുകയും ചെയ്തു. ഇതൊരു അയൽക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. താങ്കളുടെ ബേസ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് നേരമായി ഒരു ലൈറ്റ് കാണുന്നു എന്നയാൾ ഡോണിനോട് വന്ന് പറയുകയാണ്. ഞാൻ നോക്കിക്കോളാം, ഓക്കെ, താൻ പോയിക്കോളൂ എന്ന് ഡോൺ പറഞ്ഞിട്ട് അയാൾ ദേഷ്യത്തോടെ ബേസ്മെൻറ്റിലേക്ക് എത്തുകയും ഗർഭിണിയായ സാറയെ അടിച്ച് താഴെയിട്ട് അവളുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടുന്നു. ആ കുഞ്ഞ് വയറ്റിൽ തന്നെ മരിച്ചെന്ന് സാറയ്ക്ക് മനസ്സിലായി. അവൾക്ക് അതികഠിനമായ വയറുവേദന വരുവാൻ തുടങ്ങി. അവൾ ആ ജീവനറ്റ കുഞ്ഞിനെ ശ്രമപ്പെട്ട് പ്രസവിക്കുകയാണ്. ഡോൺ ആരും കാണാതെ ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ആ ഭ്രാന്തനായ അച്ഛൻ വീണ്ടും വീണ്ടും അവളെ പലതിനെ നിർബന്ധിക്കുകയും സാറയോടൊപ്പമുള്ള കുഞ്ഞുങ്ങളെ അവളിനെ അകറ്റുവാനായി പലതും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തോമസ് പുറത്ത് നന്നായി ബേസ്ബോളും ഫുട്ബോളും ഒക്കെ കളിക്കുമെന്നും മറ്റും പറഞ്ഞ് അവരെ കൊതിപ്പിക്കുകയാണ്. ഇത് കേട്ട കുട്ടികൾക്ക് അമ്മയോട് ദേഷ്യമായി. ഡോൺ പോയ സക്കത്തിൽ കുട്ടികൾ സാറയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. സാറയ്ക്ക് അതിയായ സങ്കടം വന്നു. അവൾ റൂമിലിരുന്ന സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ്. ഒരു ഭ്രാന്തിയെ പോലെ പൊട്ടിക്കരഞ്ഞു. ഭയപ്പെട്ട കുട്ടികൾ ആ സാധനങ്ങളെല്ലാം പെറുക്കി അടുക്കി വെച്ച് സാറയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മാപ്പി ചോദിക്കുന്ന കുട്ടികളോട് തൻ്റെ ജീവിതത്തിൽ നടന്നതുമായ കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വന്തം അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട് ആ ക്രൂരനെ ജനിച്ച മക്കളാണ് നിങ്ങൾ എന്നൊക്കെ അവൾ പറഞ്ഞു. ഇത് കേട്ട് കുട്ടികൾക്ക് ആകെ വിഷമമായി. ടെൻഷൻ കൂടി ആഗ്നസ് ശ്വാസം മുട്ടി താഴെ വീഴുന്നു. സാറ അവളെ ശുശ്രൂഷിച്ച് തടവിയൊക്കെ നേരെയാക്കുകയാണ്. ബേസ്മെൻറ്റിലെത്തിയ ഡോൺ സാറെ അവമാനിച്ച് സംസാരിക്കുന്നത് കേട്ട മകൻ ഇനി എൻ്റെ അമ്മയെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അവൻ അയാളെ തല്ലുകയാണ്. ഇതിൽ ദേഷ്യപ്പെട്ട അയാൾ ആ റൂമിലേക്കുള്ള കറണ്ട് കട്ട് ചെയ്യുന്നു. ഓക്സിജൻ ലെവൽ ആ മുറിയിൽ തീരെ കുറഞ്ഞു. അവരാകെ അപകടത്തിലാവുകയാണ്. ഡോണിന് അയാളുടെ ജോലി നഷ്ടമാകുന്നു. അയാൾ ഈ 2 കുടുംബങ്ങളെ ഒരുപോലെ സംരക്ഷിക്കാൻ സാധിക്കാതെയും വന്നപ്പോൾ സാറയും മക്കളെയും കൊന്നുകളയാൻ അയാൾ തീരുമാനിച്ചു. തൻ്റെ കാറിൻ്റെ എക്സോസ്റ്റ് വാൽവ് അയാൾ ഒരു ഹോസിലൂടെ ബേസ്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് അവർ മരിക്കുമെന്നാണ് അയാൾ കരുതിയത്. ഈ സമയം ഭാഗ്യമെന്ന് പറയട്ടെ തോമസ് അവിടേക്ക് വരണം. മുത്തച്ഛ, എന്ത് പറ്റി, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് ആ ഹോസ് എടുത്ത് മാറ്റുകയാണ്. പെട്ടെന്ന് ഡോൺ തോമസിനെ റൂമിനുള്ളിലേക്ക് പറഞ്ഞു വിട്ട് ഓടി ബേസ്മെൻറ്റിലെത്തി നോക്കി. അവിടെ അവർ സുരക്ഷിതരാണെന്ന് അയാൾ നോക്കി. സേഫ് ആണെന്ന് കണ്ടപ്പോൾ തിരിച്ചു വരികയും ചെയ്തു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു ദിവസം ആഗ്നസിന് പെട്ടെന്ന് ശ്വാസമുട്ടൽ വന്ന് അവൾ കുഴഞ്ഞു വീഴുകയാണ്. ആ സമയം ബേസ്മെൻറ്റിലെത്തിയ ഡോണിനോട് അവളെ രക്ഷിക്കൂ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ, എൻ്റെ മകളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സാറ അയാളുടെ കാല് പിടിക്കുന്നു. പക്ഷേ അയാൾ കൂട്ടാക്കിയില്ല. അച്ഛാ പ്ലീസ് എന്ന് കെഞ്ചി പറഞ്ഞപ്പോൾ അയാൾ സമ്മതിക്കുകയാണ്. അയാൾ 2ാമത്തെ മകനെ ആ മുറിയിൽ അടച്ചു. ഇവനിവിടെ കിടക്കട്ടെ, നീ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവൻ മരിക്കും. സാറയും ആഗ്നസിനെയുമായിട്ട് ഒരു സന്ധ്യാസമയം അയാൾ പുറത്ത് കടന്നു. നീ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിൻ്റെ മകൻ മരിക്കും എന്നയാൾ പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു. അവളൊരക്ഷരം മിണ്ടാതെ ആഗ്നസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അവൾക്ക് ഓക്സിജനൊക്കെ നൽകി സ്റ്റേബിളാക്കുന്നു. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ സാറയും ഡോണും റൂമിന് വെളിയിലിരിക്കുകയാണ്. അപ്പോൾ നേഴ്സ് വന്നിട്ട് ആഗ്നസിൻ്റെ രോഗവിവരങ്ങളൊക്കെ തിരക്കുന്നു. അവളുടെ രോഗത്തിന് ഹിസ്റ്ററിയൊക്കെ ചോദിക്കുന്നു. അവളുടെ ബർത്ത് ഡീറ്റെയിൽസ് ഒന്നും ഒരിടത്തും രജിസ്റ്റർ ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അവളെ പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് അയാൾ പറഞ്ഞ് സമർത്ഥിക്കുന്നു. പക്ഷേ അയാൾ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിയാനാണ് ശ്രമിക്കുന്നതെന്ന് ആ നേഴ്സിന് സംശയമുണ്ടായി എന്ന് കരുതാം. നേഴ്സ് ഒരു ഫോം ഫില്ല് ചെയ്യുവാനായി അവരെ ഏൽപ്പിക്കുന്നു. പക്ഷേ അയാൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ സാറ അവിടെ ഇരുന്ന ഒരു വെള്ളക്കുപ്പി എടുത്ത് അറിയാതെ അതിലേക്ക് ഫോമിലേക്ക് ഒഴിക്കുകയാണ്. അയാൾ മറ്റൊരു ഫോം വാങ്ങാനായി റിസപ്ഷനിലേക്ക് പോകുന്ന തക്കം നോക്കി സാറ ആ നേഴ്സിനെ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു എന്നും ഇത് കണ്ട ഡോണ് സാറെ വിളിക്കുന്നുണ്ട്. സാറാ നിൽക്ക്, പോവരുത് അങ്ങോട്ട് എന്ന് പറയുന്നു. പക്ഷേ അവൾ അതിവേഗം ചെന്ന നേഴ്സിനോട് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്തൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഡോണ് ആകെ പരിഭ്രാന്തനായി. രക്ഷപ്പെടാനായി അയാൾ വേഗത്തിൽ അവിടെ നിന്നും നടന്നുവെങ്കിലും പോലീസ് ഓഫീസർ അയാളെ പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. ആഗ്നസ് മതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അപരിചിതമായ ഒരു സ്ഥലം. അവൾ നോക്കുമ്പോൾ സാറ സന്തോഷത്തോടെ പറയുകയാണ്, മോളെ നമ്മൾ രക്ഷപ്പെട്ടു, ആ ദുഷ്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന്. ഇതിനിടെ ബേസ്മെൻറ്റിൽ അടച്ചിട്ട മറ്റേ ആൺകുട്ടിയെയും റെസ്ക്യൂ ടീം വെളിയിലെത്തുകയാണ്. പുറത്തെ കാലാവസ്ഥ അവനൊട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവനെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു.
ഇതെല്ലാം കണ്ട് അത്ഭുത സ്തബ്ധരായി ആമിയും അമ്മയും നിൽക്കുകയാണ്. സാറയും ആമിയും അമ്മയും ഒരുമിച്ചിരുന്ന് കുട്ടികളുടെ കളികളൊക്കെ കാണുകയാണ്. സാറയ്ക്ക് ഇതെല്ലാം ഒരു മായയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ വീടിന് വന്നിൽ നിന്ന് നിൽക്കുകയാണ്. ആരായിരിക്കും? അത് ക്രിസ്റ്റഫർ തന്നെയായിരുന്നു. തീവ്രമായ പ്രണയം അത് മരണമില്ലാത്തതാണ് എന്ന് അവൻ തെളിയിക്കുകയാണ്. അവർ രണ്ടുപേരും വളരെയധികം നേരം കുറച്ച് മാറിയിരുന്ന് സംസാരിച്ചു. അവൻ സ്വയം പഴിചാരുകയാണ്. സാറയ്ക്ക് അവൻ ആ ഗിഫ്റ്റ് വീണ്ടും കാത്തു വെച്ചിരുന്നു, ഒരു പിങ്ക് ഹെൽമെറ്റ്. അവൾ അത് ധരിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് റൈഡിന് പോകുന്നതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്.